മനസ്സിലായോ? 8 ബാങ്ക് 8 ബാങ്കിൽ നിന്ന് അങ്ങ് കീറ്റി. എന്നിട്ട് എല്ലാ ബാങ്കിൽ നിന്നും കൂടെ എടുത്ത് ഇവരുടെ മൊത്തം കിടങ്ങ് തീർത്തു. അത് ഭാഗ്യമായി പോയി. അപ്പൊ ഇവരുടെ കടോ അതവിടെ കിടക്കുക. ആ ഒരു ബാങ്കാണ് സാർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലത്തെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കരുത്. ഇത് മണി ചെയിനല്ലോ? അത് മണി ചെയിനല്ല, ഇതാണ് മണി ലോൺ. മണി എടുക്കുന്ന ലോൺ. അത് മണി ഞാനാണ്. ബാങ്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നടപടി ഞാൻ ഉണ്ടാക്കി ഈ കേസിൽ. പെണ്ണെന്ന രീതിക്ക് പെണ്ണിന്റെ കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ എല്ലാത്തിനും ഞാൻ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഞാൻ എല്ലാം ഞാൻ ജപ്തി ചെയ്തോട്ട് ഞാൻ പോകും. ഞാൻ തനി കൊണറിയും ജോലി പോണ കേസാണ് സാർ. അങ്ങനെ ഒരു പേനയും പേപ്പറും തരി. എനിക്കൊരു പേനയും പേപ്പർ അപേക്ഷ എഴുതി തന്നിട്ട് ഒരു കാര്യമില്ല. വായിക്കില്ല ഞാൻ, കണ്ണി ചോറില്ലാത്തവനെ ഞാൻ. എന്റെ ജോലി പോണ പ്രശ്നമാണേ. നിങ്ങൾക്ക് നാട്ടുകാർക്കറിയാവോ? ജോലി പോണ കേസാണ്. ഞാൻ ഇയാളെ ഒറ്റ വിശ്വസിച്ച് ഞാൻ ലോൺ കൊടുത്താണ്. എന്നാ ഞാൻ വായിക്കൊന്നുമില്ല. അത് പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ തലയ്ക്ക് വെച്ച് തരുവാ. ഞാൻ എന്റെ നിവൃത്തികേട് കൊണ്ട് SBB ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. പല കാരണങ്ങൾ കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല. ഇതിന്റെ പേരിൽ ബാങ്ക് മാനേജർ സുഗതൻ എന്നെയും എന്റെ ഭാര്യയെയും മാനസികമായി പീഡിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഗുഡ് ബൈ. ഇതിനു മുമ്പ് പല ബാങ്കിന്റെ മുന്നിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ചരിത്രമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ല, ഞാൻ ജപ്തി വിട്ടു. ഞാൻ ജപ്തി ഒഴിവാക്കി. ഞാൻ ജപ്തി വിട്ടെങ്കിൽ സാർ വിട്ടു. ഞാൻ വിടാം. അയ്യോ, ഞാൻ വിട്ടാ ശരിയാവില്ലല്ലോ. പിന്നെ എന്താണ് ഇയാൾ പോണ്ടേ? പോവും. അതെ, ഞാൻ ബാങ്കിന്റെ മാനേജറാണല്ലോ. അതിൽ ഞാൻ വേണം. അല്ല, അതായത് ജപ്തി വിട്ടെങ്കിലും ഇത് വലിയ ശല്യമായല്ലോ. ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ ആയുധം വെച്ചുള്ള കളിയാണ്. കയ്യെ കത്തിക്കൊള്ളു മാറുന്ന അങ്ങോട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കാൻ വിറക് കീറിയ പോലെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഗഡുക്കളായിട്ട് കീറാൻ അല്ല, ചെറുതായിട്ട് കീറാൻ. അത് കീറാം. അതായത് ഞാനേ നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് കുടുംബ സ്വത്തില്ലേ? അയ്യോ, പ്രോപ്പർട്ടി അങ്ങനെ വല്ലതും ഉണ്ടോ? പിന്നെ മുത്തച്ഛന്റെ ടൗണിൽ കിടന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച വീതം വെച്ചു. അതിന്റെ വീതം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണോ ഇത്രയായിട്ട് വലിപ്പിച്ചോണ്ടിരുന്നത്? സംഭവം എടുത്തോണ്ട് വാ. അല്ല, അത് വീതം കിട്ടി എടുത്തോണ്ട് വാ. പിന്നെ വീതം കിട്ടി. മുത്തച്ഛന്റെ വീതം കിട്ടില്ല, അതിങ്ങ് എടുത്തോണ്ട് വാ. അത് മതിയോ? ചില എടുത്തോണ്ട്. പിന്നെ അതെ, ആ വീതം കിട്ടിയെങ്കിൽ താ. അതുകൊണ്ട് നമ്മൾ ലോണും തീർത്തിട്ട് കുറച്ച് പൈസ ഞാൻ അങ്ങോട്ട് തിരികെ തരും. പിന്നെ മണ്ണോ? മുത്തച്ഛന്റെ 2.5 സെന്റ് വസ്തു ഉണ്ടല്ലോ ടൗണില്. ഞങ്ങൾ വീതം വെക്കാൻ ചെന്നപ്പോ കാണുന്ന കാഴ്ച, പുള്ളിയുടെ പല ബന്ധത്തിലുള്ള 55 കുടുംബക്കാർ. ഞങ്ങൾ ആഞ്ഞു മാന്നിട്ടാണ് 2 ചിരട്ട മണ്ണ് കിട്ടിയത്. ഇതുപോലും കിട്ടാത്ത ബന്ധക്കാരായി കറങ്ങി നടപ്പുണ്ട്. എന്റെ മുത്തച്ഛന്റെ ഫോട്ടോ ഒന്ന് തരാമോ? ഇല്ല, മുത്തച്ഛൻ്റെ പ്രത്യേകത CCTV പോലും പുള്ളി ഇതുവരെ പെട്ടിട്ടില്ല. പതിയല്ല, കാരണം 55ഓളം കുടുംബം കിടക്കുവാ പുള്ളിക്ക്. പിന്നെ എങ്ങനെ പുള്ളി CCTV പതിയണേ? എന്ത് കഷ്ടമാണോ ഞാൻ എന്റെ ജോലി. ഇവിടെ പിടിക്കാം. അതെ സാറേ, ഞാൻ ഈ വെള്ളം ഒന്ന് കോരിക്കോട്ടെ. വെള്ളം ഞാൻ കോരും, അതല്ലല്ലോ വിഷയം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് വല്ലതും ഉണ്ടോ? കിട്ടിയിട്ടുണ്ട്. വെരിക്കോസ് വൈനും മുടി കൊഴിച്ചിലും. അത് കൊടുത്ത എന്തെങ്കിലും പിന്നെ തിരുപ്പം കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണം വെക്ക്. എന്തൊരു പെണ്ണുമ്പുള്ളി അത്. എന്റെ സാറേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഇട്ട തുണി അല്ലാതെ ഒന്നുമില്ല. വിറകോട്ടുകാരാ, രാമു വിറകോട്ടുകാരാ. നീ വിറകം വെട്ടി മാറിക്കോണം. ഇപ്പൊ ഞാൻ പോവാണ്. അടുത്ത ആഴ്ച അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ചെറിയൊരു ഐഡിയ എന്റെ കയ്യിൽ ഉദിച്ചതാണ്, ഒന്നും വിചാരിക്കരുത്. ഐഡിയ ഉണ്ട്, പറ, രക്ഷപ്പെടാം. സാറേ, ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിട്ടേ എന്റെ ചേട്ടന് സാറിന് വേറൊരു ലോൺ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയണമെന്നൊന്നും തോന്നരുത്. ഒന്നാമത് നിങ്ങളുടെ ഭർത്താവിന് എലിജിബിലിറ്റി ഇല്ല. എന്താ സാറേ? എലിജിബിലിറ്റി ഇല്ല. ഇനി ചോദിക്കരുത്, മൂന്നാമത് പറഞ്ഞാൽ തെറ്റും. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാ ഞാനും സാറും തമ്മിൽ തെറ്റും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-18 കൊല്ലായി. അതിൽ 6 പിള്ളേരുമായി. ഈ പറഞ്ഞ സാധനം അയാൾക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങ് സഹിച്ച് കേട്ടാ. എന്തുവാടോ ഈ പെണ്ണുങ്ങൾ പറയുന്നത്? അങ്ങോട്ടോ, ഇതേ ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന വാക്കാണോ നിങ്ങൾ പറഞ്ഞത്? അത് സ്വന്തം ഭർത്താവിനെ കുറിച്ച്. നിങ്ങളുടെ ഭാര്യയോട് ഞാൻ വന്ന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കും? ഇത് നിന്നോട് പറഞ്ഞ് ഞാൻ ആ സ്പിരിറ്റ് നമ്മൾ ആണുങ്ങൾ ഞാനതിലങ്ങ് വിട്ടേനെ. ഇത് കേസ് അവിടെ കേസ് കൊടുത്താൽ സാറ് തൂങ്ങും. അറിയാവോ? നിങ്ങൾക്ക് ശരിക്കും എലിജിബിലിറ്റി ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇതുമായി ഇത്ര ഇനി ഉണ്ടേലല്ല ഇല്ലേലല്ല, അത് വിടും. നിങ്ങളോട് ഞാൻ കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ട്. അതങ്ങ് തിരിച്ചറിയുമ്പോൾ അതിന്റെ പ്രശ്നം ചെയ്യുന്നു. അതിന് എന്റെ എലിജിബിലിറ്റി കയറി പിടിക്കേണ്ട കാര്യം ബാങ്കിൽ. രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരും. ഇതിന് നടപടി ഞാൻ ഉണ്ടാക്കും. ആത്മഹത്യ അതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. എന്റെ ജോലിയാണ് പോയത്, അറിയാവോ? ശരിയാക്കാൻ ഞാൻ നോക്കിക്കോ. ആത്മഹത്യ മിണ്ടരുത്. ആത്മഹത്യ നിന്നെ എറിഞ്ഞാൻ കൊല്ലും ഞാൻ.
പുള്ളി 50 മില്യൺ അടക്കണല്ലോ, പുള്ളി പോയല്ലോ. ഇനി ലോൺ അടക്കാൻ എന്നെ ചെയ്യും? ഇനി എന്തോ ചെയ്യാൻ? ഇതുവരെ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ലോൺ എടുക്കാൻ വേണ്ടി ലോൺ എടുക്കും. അതാണല്ലോ. എന്നാ പിന്നെ ഇനി അത് തന്നെ അടക്കട്ടെ. ഇനിയിപ്പോ നാട്ടിലുള്ള എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ഇനി ലോൺ എടുക്കാൻ 3 പ്രൈവറ്റ് ബാങ്ക് തുറന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാലോ? എവിടെ? നമ്മുടെ നാട്ടിലോ? പിന്നെ അതെ, 3 മനേരന്മാരോട് ചോദിക്കുവാണ്. ഞങ്ങളുടെ അവസ്ഥ കണ്ടല്ലോ, പെട്ട് നിൽക്കുക. അപ്പം ഒരു നല്ലൊരു ലോണിങ് പാസ്സാക്കി തരണം. ലോൺ പാസ്സാക്കി തരാം. നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എത്ര ഉദ്ദേശിച്ചാലും ബാങ്ക് അതൊന്നും തരികയല്ലോ. ബാങ്കിനൊരു തീരുമാനം കാണുമല്ലോ. അത് എന്നാന്ന് വെച്ചെങ്കിൽ തന്നാ മതി. അല്ല, ഞങ്ങളെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ മാനേജർമാര് 3 പേരും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് എത്രയാന്നുള്ളത് നിങ്ങളെ അറിയിക്കാം. അതുപോലെ എത്രയും പെട്ടെന്ന് അറിയിക്കണേ. എത്ര? ഇത് പരസ്പര ജാമ്യത്തിലെ തരത്തുള്ളൂ. 3 പേരെങ്കിലും വേണം. എന്നാ മാനേ വിളിക്കാം. മാനേ ആവശ്യം സമ്മതിച്ചിട്ട് നിങ്ങൾ ലോൺ പറഞ്ഞോ? എന്നാ പറഞ്ഞാ പോരാ, താ ഇങ്ങോട്ട്. അത് തരാം. പക്ഷെ അത് തരണമെങ്കിൽ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാൾ അവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണം. ആണല്ലേ? അതിന് ശേഷമേ തരുള്ളൂ. നോക്കട്ടെ. നല്ല സ്കിറ്റായിരുന്നല്ലേ?